ഇടതുപക്ഷ നേതാക്കൾ അതിശക്തമായി തന്നെ ബംഗാളിൽ ഭാരത് ന്യായ് യാത്രയ്ക്ക് പിന്തുണയേകൊണ്ട് വന്നിരിക്കുകയാണ്. ഇത് തൃണമൂൽ കോൺഗ്രസിനെ അസ്വസ്ഥപ്പെടുത്തിയിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായ മമതാ ബാനർജി പറഞ്ഞിരിക്കുന്ന BJPയുടെ സീറ്റ് വർദ്ധിപ്പിക്കാനും അവരുടെ വിജയസാധ്യത കൂട്ടാനും വേണ്ടിയാണ് ഇടതുപക്ഷം ഇപ്പോൾ കോൺഗ്രസുമായി ടൈഅപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെയാണ്. എന്നാൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് സലീം കൃത്യമായി പറഞ്ഞു, കിരാത ഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും ഇത്. ബംഗാളിൽ മമതാ ബാനർജി നടത്തിയ കിരാത ധ്വംസനങ്ങൾക്കുള്ള മറുപടി കൂടിയായിരിക്കും. അതിനുവേണ്ടിയാണ് സമാനതകളില്ലാത്ത യാത്ര നടത്തുന്ന രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് CPIM-ഉം നേതാക്കളും ഒക്കെ അതിനകത്ത് ചേർന്നിരിക്കുന്നത്. 523 കിലോമീറ്ററോളം ന്യായ് യാത്ര ബംഗാളിൻ്റെ തെരുവോരങ്ങളിലൂടെ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അജയനായി രാഹുൽ ഗാന്ധി പോകുമ്പോൾ അതിന് ശക്തമായ ദൃഢത ഏകുക എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ധർമ്മമാണ്. ഇടതുപക്ഷം കൂടുതൽ സീറ്റുകൾ നേടി ഇക്കുറി കരുത്ത് കാണിക്കും. ലോക്സഭാ അംഗങ്ങൾ ഒരെണ്ണം പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞു പുച്ഛിച്ചവർക്ക് ശക്തമായ മറുപടിയായിരിക്കും ഇത്തവണ CPIM നൽകുന്നത്. അതിന് ഒരു സംശയവും മമതയ്ക്ക് വേണ്ട എന്നുള്ള കാര്യം CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ആളുകളെ എതിരഭിപ്രായമുള്ളവരെയൊക്കെ ഉന്മൂലനം ചെയ്യുന്ന രാഷ്ട്രീയ സിദ്ധാന്തമാണ് തൃണമൂൽക്കാർ പഠിച്ചിട്ടുള്ളത്. ഇത് നരഹത്യയാണ്. ഇതൊരിക്കലും ജനാധിപത്യമല്ല. അവർ ബൂത്ത് പിടിച്ചും കള്ളവോട്ട് ചെയ്തും എല്ലായിടത്തും ഭീകരാവസ്ഥ സൃഷ്ടിച്ചുമാണ് വോട്ട് പിടിക്കുന്നതും വോട്ടെണ്ണുന്നത് ഒക്കെ വലിയ രീതിയിൽ അവരുടെ നേതാക്കളുടെ സാന്നിധ്യത്തിൽ എന്നുള്ള രീതിയിലാണ് കൊണ്ടുപോകുന്നത്. ഇതിനൊക്കെ മറുപടി കാലം കരുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്നുള്ളത് മമതാ ബാനർജി പറഞ്ഞിരിക്കുകയാണ്. മമത കൃത്യമായി തന്നെ ഇന്ത്യ മുന്നണിയിൽ നിന്നും കൂടുതൽ നേട്ടങ്ങൾ കൊയ്യാനും 42 ലോക്സഭാ സീറ്റുകളിൽ വെറും 2 സീറ്റ് കോൺഗ്രസ്സിന് നൽകിക്കൊണ്ട് അവരുടെ ഔദാര്യം പോലെ കൊടുക്കാനും നിന്നപ്പോഴാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഇവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായത്. ഇടതുപക്ഷമാണെങ്കിൽ തുടക്കത്തിലേ പറഞ്ഞു മമതാ ബാനർജിയുമായിട്ടൊരു സീറ്റ് ഷെയറിങ്ങോ അവരുമായിട്ടൊരു സന്ധി സംഭാഷണമോ ഒരു കാലത്തും ഉണ്ടാവുകയില്ല എന്നുള്ളത്. കാരണം ഇടതുപക്ഷ നേതാക്കളുടെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് അവരെയെല്ലാം ഉന്മൂലനം ചെയ്തുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നത്. അതിന് മറുപടി കൊടുക്കേണ്ടത് കാലമാണ്. മീനാക്ഷി മുഖർജിയെ പോലുള്ള കരുത്തുറ്റ നേതാക്കൾ യുവതലമുറ ഇടതുപക്ഷത്തോടൊപ്പം കൂടുമെന്നതും മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ ഇടതുപക്ഷത്തിൻ്റെ കൂടെ കൂടുതൽ ജനങ്ങൾ അണിനിരക്കുന്ന കാഴ്ചയായിരിക്കും മമതാ ബാനർജി വരും നാളുകളിൽ കാണുന്നത്. തൃണമൂൽ കോൺഗ്രസിൽ ഇപ്പോൾ ഉള്ളത് കുറേ കടൽ കിഴവന്മാരാണ്. അവരെയൊക്കെ പടിയടച്ച് പിണ്ടം വയ്ക്കുന്ന രീതിയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി സമാനതകളില്ലാതെ ഉയരും എന്നുള്ള കാര്യം കൃത്യമായി തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് മുഹമ്മദ് സലീം അജയനായി ശക്തമായി തന്നെ ബംഗാളിൽ ആഞ്ഞടിച്ചിരിക്കുന്നത്. മമതാ ബാനർജിക്ക് ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഇത്തവണത്തെ ലോക്സഭാ സീറ്റിൽ കഴിഞ്ഞ തവണത്തെ 23 എന്നതുപോലും നിലനിർത്താൻ അവർക്കൊരിക്കലും കഴിയില്ല. ആ രീതിയിലേക്ക് അവർ കൂപ്പുകുത്തുമെന്ന് അവർക്ക് തന്നെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.